പഞ്ച് ബ്രേക്കിൽ ഇന്ന് നമ്മളൊരു നാടൻ വിഭവമാണ്. നല്ല കപ്പ പുഴുങ്ങിയതും മുളക് പൊടി ചമ്മന്തിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 1/2 കിലോ കപ്പ ഇതാ വെട്ടി തിളക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കപ്പ അതിൻ്റെ കട്ടുമെല്ലാം മാറി നമുക്ക് നന്നായിട്ട് ഒരു കുഴപ്പവും വരാതെ ഇരിക്കണമെങ്കിൽ, ദഹനക്കേടോ അല്ലെങ്കിൽ വയറ്റിന് പ്രയാസമോ ഒന്നും വരാതിരിക്കണമെങ്കിൽ അതൊരു 3 പ്രാവശ്യം തിളപ്പിച്ച് ഊറ്റണം. 3 പ്രാവശ്യം ഊറ്റുകയാണെങ്കിൽ കപ്പയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല നമ്മൾ കഴിച്ചാൽ. അപ്പോൾ ആദ്യം തിളക്കുകയാണ്. ഇതൊരു 1/2 കിലോ കപ്പ വരും. പുഴുങ്ങുന്ന കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇതാ വെട്ടി തിളയ്ക്കുന്നു. ഇതിനെ നമുക്കൊന്ന് ഊറ്റി കൊടുക്കാം. അപ്പം കപ്പയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ടേ. കണ്ടല്ലോ, നല്ലതായിട്ട് വെന്തു. ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്കൊന്ന് കുടഞ്ഞെടുക്കാം. 3 ഊറ്റിയതാണേ. ഇനി ഒന്ന് കുടഞ്ഞെടുക്കാം. അപ്പം ചമ്മന്തിക്ക് വേണ്ടി സാധനം ഇത് ഞാൻ പാൽമുളക് എടുത്തേക്കുന്നത്. അതുകൊണ്ടൊരു 10-12 എണ്ണം എടുത്തു. കാന്താരി വെച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പച്ചമുളക് വെച്ച് ഉണ്ടാക്കാം. ഇനി ഒരു 10 ചുമന്നുള്ളി, ഒരു ഉണ്ട പുളി. അപ്പം ഇത് നമുക്ക് പിഴിഞ്ഞ് വേണം ചേർക്കാനായിട്ട്. ഇനി ഉപ്പ്, അതേപോലെ തന്നെ വെളിച്ചെണ്ണ. അപ്പം കൊച്ചുള്ളിയും മുളകും കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തേ. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പം ചതച്ചതെല്ലാം എടുത്തു. ഇനി എന്താ, പുളി ഒരു ഇത്രേ വരത്തുള്ളേ. ഒരു 2.5 ടേബിൾ സ്പൂണേ വന്നുള്ളേ. അത് ചേർത്തു. ഇനി നമുക്കൊരു 1/2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാമേ. ഇനി എല്ലാത്തിനും നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നല്ല ആവി പറക്കുന്ന പുഴുങ്ങിയ കപ്പയും മുളക് ചമ്മന്തിയും റെഡി.